الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം രണ്ട് തരം ഉഖൂവത്ത്, സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒന്ന്, ഒരേ മുതുകിൽ നിന്ന് ഉത്ഭവിച്ച, ഒരേ ഗർഭപാത്രം ഷെയർ ചെയ്ത, ഒരേ മുലപ്പാൽ കുടിക്കുകയും ഒരേ മടിത്തട്ട് പങ്കുവെക്കുകയും ചെയ്ത കുടുംബ ബന്ധത്തിൻ്റെ, സഹോദരന്മാർ, രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യം. ആ നിലക്ക് അഹ്, ഉഖ്ത്, ഇഖ്വത്ത്, സഹോദരൻ, സഹോദരി, സഹോദരന്മാർ എന്ന അർത്ഥത്തിലുള്ള കുറേ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യ ജീവിതത്തിന് സൗന്ദര്യവും അതേപോലെ സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ സാഹോദര്യ ബന്ധം. ജീവിതത്തിന് അർത്ഥം നൽകുന്നതാണ് നിഷ്കളങ്കമായ, ഭൗതികമായ യാതൊരു താല്പര്യവുമില്ലാതെ ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കുന്ന ഒരു സ്നേഹബന്ധമാണ് സഹോദരങ്ങൾക്കിടയിലുള്ളത്. പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ വിപത്തുകളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ താങ്ങും തണലുമായി നമ്മെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുക നമ്മുടെ ഈ സാഹോദര്യ ബന്ധമാണ്. എന്നാൽ രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ ഉഖുവത്ത്, സാഹോദര്യ ബന്ധത്തെക്കാൾ വലിയ വിശാലമായ അർത്ഥതലങ്ങളുള്ള മറ്റൊരു ബന്ധത്തെക്കുറിച്ച്, സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നുണ്ട്. ആ ബന്ധമാണ് അൽ ഉഖുവത്തുൽ ഈമാനിയ, ഈമാനികമായ സാഹോദര്യം എന്ന് പറയുന്നത്. പല ഘട്ടങ്ങളിലും നേരത്തെ പരാമർശിച്ച രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യ ബന്ധത്തെക്കാൾ ആഴവും പരപ്പും ആശയവും ഉള്ളതാണ് ഈ പറഞ്ഞ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. വിശ്വാസികളെല്ലാവരും സഹോദരന്മാരാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ താല്പര്യമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളൊക്കെ ഏകോദര സഹോദരന്മാരാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ സാഹോദര്യ ബന്ധം ഉദരം, ഗർഭപാത്രം പങ്കുവെക്കുന്നതാണെങ്കിൽ, മുലപ്പാൽ പങ്കുവെക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മുതുക് പങ്കുവെക്കുന്നതാണെങ്കിൽ, ഇവിടെ പരസ്പരം പങ്കുവെക്കുന്നത് ആശയമാണ്, ആദർശമാണ്, അഖീദയാണ്. ആ അഖീദക്കാണ് നാം ഈമാൻ എന്ന് പറയുന്നത്. ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ പറഞ്ഞ ഉഖുവത്ത്, സാഹോദര്യ ബന്ധം, അത് ഇസ്ലാമിന്റെ അസുലുകളിൽപ്പെട്ട, അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട ഒരു അസുലാണ്. ഇസ്ലാമിന്റെ ഷഈറത്ത്, മതചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ഷഈറത്ത്, മതചിഹ്നമാണ്. ഇസ്ലാമിന്റെ ഫറായിലുകളിൽപ്പെട്ട ഒരു ഫരീലത്താണ്. വെറുതെ പറയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ നിർദ്ദേശം ഈ വിഷയത്തിലുണ്ട് താനും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക്
നിങ്ങൾ സാധാരണ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരം, സ്വലാത്ത്, സിയാമ്, അതേപോലെ തന്നെ സദഖ, ഈ പറഞ്ഞ ആരാധനാ കർമ്മങ്ങളെക്കാൾ അഫ്ളൽ മിൻ ദറജ, ഈ പറഞ്ഞ ആരാധനകളെക്കാൾ ദറജ കൂടിയ ശ്രേഷ്ഠകരമായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, നിങ്ങൾക്കിടയിലുള്ള ബന്ധം സുദൃഢമാക്കുക എന്നതാണ്. അപ്പൊ വിശ്വാസികളൊക്കെ തന്നെയും ഈ പറഞ്ഞ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികളൊക്കെ സഹോദരന്മാരാണ്, ഏക ഉദരത്തിൽ പിറന്ന സഹോദരന്മാരെ പോലെ വർത്തിക്കേണ്ടതാണ് എന്ന ആശയത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ അഹ്, സഹോദരനാണ്. അപ്പൊ ആ നിലയ്ക്ക് നേരത്തെ പറഞ്ഞ സാഹോദര്യ ബന്ധം നാം എപ്രകാരം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നുവോ, അത് എപ്രകാരം നാം മെയിൻറ്റെയിൻ ചെയ്യുന്നുവോ, അതിനേക്കാൾ സുശക്തമായ രൂപത്തിലായിരിക്കണം ആദർശാധിഷ്ഠിതമായ ഈ ഉഖുവത്ത്, സാഹോദര്യം നാം നിലനിർത്തേണ്ടത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണ സഹിതം ആ കാര്യം വ്യക്തമാക്കുകയുണ്ടായി. നമുക്കൊക്കെ അറിയാവുന്ന, പലപ്പോഴായി നാം കേട്ടു പരിചയിച്ച ഒരു നബിവചനമാണ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്. എന്നിട്ട് പ്രവാചകൻ അതിനൊരു താലീക്ക്, ഒരു അനുബന്ധവും കൂടെ പറഞ്ഞു, യശുദ്ധു ബഅ്ദുഹു ബഅ്ദ, ആ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങൾക്ക് ശക്തി പകരുന്നു, ഉറപ്പ് നൽകുന്നു. അത് സഹാബികളെ ബോധ്യപ്പെടുത്താനായി പ്രവാചകൻ തന്റെ കൈവിരലുകൾ ഈ നിലക്ക് കൂട്ടിപ്പിടിക്കുകയും ചെയ്തു. വശബ്ബക ബൈന അസാബിഹി. ഇവിടെ വേണമെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ കെട്ടിടത്തെക്കാൾ ശക്തമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം പറയുമ്പോൾ ഇന്നത്തെ പോലുള്ള കോൺക്രീറ്റ് സൗധങ്ങളില്ല, ഇന്നത്തെ പോലുള്ള അത്യാധുനിക നിർമ്മിതികളില്ല. അന്നത്തെ അസംസ്കൃത വസ്തുക്കൾ, ബുനിയാൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം നമുക്കറിയാം, ആലോചിച്ചാൽ അറിയാം. അന്നത്തെ അസംസ്കൃത വസ്തുക്കളാണ്. അതൊരു പക്ഷേ ഈത്തപ്പനയുടെ മടലായിരിക്കാം, അതിന്റെ ഓലയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ കൊമ്പുകളോ ചില്ലുകളോ ആയിരിക്കാം, കുറച്ച മണലോ വെള്ളമോ അതുപോലുള്ള വസ്തുക്കൾ ചേർത്തുണ്ടാക്കിയ കെട്ടിടമാണ്. ആ കെട്ടിടത്തോടാണ് ഇസ്ലാം ഉപമിക്കുന്നത്. ഇന്നത്തെ കെട്ടിടങ്ങൾക്കും അത് ബാധകമാണ്. അപ്പൊ ഇവിടെ ഇതിനേക്കാൾ ഉറപ്പുള്ള ഇരുമ്പ് പോലുള്ള ലോഹങ്ങൾ ലഭ്യമാണ് അന്നും ഇന്നും. അതേപോലെ തന്നെ കരിമ്പാറകൾ, വിശുദ്ധ ഖുർആൻ കരിമ്പാറകളെ കുറിച്ചും കരിമ്പാറകളുടെ ഉറപ്പിനെ കുറിച്ചുമൊക്കെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പിനെ കുറിച്ചും ഇരുമ്പിന്റെ ദൃഢതയെക്കുറിച്ചും സൂചിപ്പിക്കുന്ന നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ അതിനോടൊന്നും ഉപമിക്കാതെ വിശ്വാസികൾ തമ്മിലുണ്ടാകേണ്ടുന്ന ഈ സുദൃഢമായ ബന്ധത്തെ കുറിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കെട്ടിടത്തോടാണ് ഉപമിച്ചത്. അതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കണം. അറബി ഭാഷയിൽ, സാഹിത്യത്തിൽ, ഉപമാലങ്കാരത്തിൽ സാധാരണ അത്തശ്ബീഹ് തംസീലി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഏതെങ്കിലും ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് ഉപമിക്കുന്നതിന് പകരമായി ഒരുപാട് ആശയതലങ്ങളുള്ള, അർത്ഥതലങ്ങളുള്ള ഒരു ആശയത്തെ ഇതേപോലെ തന്നെ നിരവധി ആശയങ്ങളുള്ള, അർത്ഥതലങ്ങളുള്ള മറ്റൊരു ആശയവുമായി ഉപമിക്കുന്നതിനാണ് അത്തശ്ബീഹ് തംസീലി എന്ന് പറയാം. വിശുദ്ധ ഖുർആനിൽ ഇതുപോലുള്ള നിരവധി ഉദാഹരണങ്ങൾ കാണാം. ആ നിലക്ക് ഇതൊരു തശ്ബീഹ് തംസീലിയാണ്. എന്ന് വെച്ചാൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം പോലെയാണ് എന്നല്ല അതിന്റെ അർത്ഥം. അതിനേക്കാൾ വിശാലമായ അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ഒരു കെട്ടിടത്തിന് ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ അത് വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത പ്രകൃതത്തിലുള്ളതാണ്. അതിന്റെ ഉറപ്പ് വ്യത്യസ്ത രൂപത്തിലാണ്, അതിന്റെ ഘടന വ്യത്യസ്ത രൂപത്തിലാണ്. അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന അല്ലെങ്കിൽ കുഴിച്ചെടുത്ത ഇത്യാദി വസ്തുക്കളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു. ആ കെട്ടിടത്തെ പോലെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വളർന്ന, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത വേഷം ധരിക്കുന്ന, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന, വ്യത്യസ്ത ജീവിത ചുറ്റുപാടുകളിലും അതേപോലെ തന്നെ പ്രകൃതങ്ങളിലുമൊക്കെ ജീവിച്ചു വളർന്ന വിശ്വാസി, അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിക്കുന്നവനാണെങ്കിലും, അങ്ങ് അമേരിക്കയിലുള്ളൊരു വിശ്വാസി ഇങ്ങ് ഇന്ത്യയിലുള്ളൊരു വിശ്വാസിക്ക് ഈ പറഞ്ഞ കെട്ടിടം പോലെയാണ്.
കെട്ടിടത്തിലെ സാമഗ്രികൾ അല്ലെങ്കിൽ നിർമ്മാണ വസ്തുക്കൾ വ്യത്യസ്തങ്ങളായതുപോലെ വ്യത്യസ്ത സ്വഭാവവും പ്രകൃതവും ഉള്ളതായതുപോലെ തന്നെ ഈ പറഞ്ഞ വിശ്വാസി വ്യത്യസ്ത സ്വഭാവങ്ങളിലും പ്രകൃതങ്ങളിലുമൊക്കെ വളർന്നു വന്നവനാണ്. പക്ഷെ അവരെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്, അതാണ് ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത്. ഈ നിലക്ക് ആയിരിക്കണം വിശ്വാസികൾ. അവിടെ പഞ്ചായത്തെന്നോ കോർപ്പറേഷനെന്നോ ഉള്ള വകഭേദമില്ല, അല്ലെങ്കിൽ ഇന്ത്യ എന്നോ അറബി രാജ്യമെന്നോ ഉള്ള വ്യത്യാസമില്ല, അറബി എന്നോ അനറബി എന്നോ ഇല്ല, കറുത്തവനെന്നോ വെളുത്തവനോ എന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ആ ഒരു കൊടിക്കൂറയ്ക്ക് കീഴിൽ അണിനിരക്കുന്ന മുഴുവൻ വിശ്വാസികളെയും തന്റെ സഹോദര തുല്യം വിശ്വാസിയായി സ്നേഹിക്കുവാനും അതേപോലെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ആ നിലയ്ക്ക് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും ഇടപഴക്കുവാനും ഒക്കെയുള്ള ഒരു വിധാനത്തിലേക്ക് വിശ്വാസിയായ മനുഷ്യൻ ഉയരുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ അൽ-ഉഖ്വത്തുൽ ഈമാനിയ്യ എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നതാണ് ഈ ആശയം നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിൽ ചില ഉത്തരവാദിത്തങ്ങളും ഈ ആശയം നൽകുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം, സിദ്ഖ് സത്യസന്ധത പുലർത്തണം, അമാനത്ത് പുലർത്തണം, തആത്തുഫ് പരസ്പരം കനിവ് വേണം, പരസ്പര ദയ വേണം, അതേപോലെ തന്നെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അസൂയ വെക്കരുത്, കുറ്റപ്പെടുത്തരുത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് തലങ്ങൾ. ഇപ്പറഞ്ഞതിനർത്ഥം വിശ്വാസികളൊക്കെ തന്നെയും എല്ലാ വിഷയത്തിലും ഏകാഭിപ്രായക്കാരനായിരിക്കണം എന്നില്ല. സഹാബികൾക്കിടയിലും ചില വിഷയങ്ങളിൽ ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. താബീങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, മദ്ഹബിന്റെ ഇമാമാർക്കിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ഇസ്ലാമിലെ സലഫുസാലിഹികൾ എന്ന് പറയുന്ന വിഖ്യാതരായ പണ്ഡിതന്മാർക്കിടയിലും അതേപോലെ ഗ്രന്ഥകാരന്മാർക്കിടയിലും ഒക്കെ അന്നും ഇന്നും എക്കാലത്തും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഉണ്ടാകാവുന്ന രൂപത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആനും അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനും വ്യത്യസ്ത അർത്ഥതലങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങളും ആശയങ്ങളും ഒക്കെ ഖുർആനിലും ഹദീസിലുമുണ്ട്. ഓരോരുത്തരും അവരവരുടെ ബുദ്ധിയും അറിവും പാണ്ഡിത്യവും ഒക്കെ അനുസരിച്ചായിരിക്കും പഠിക്കുന്നതും ഇജ്തിഹാദ് നടത്തുന്നതും. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിക്കുന്ന വിശ്വാസികൾ എല്ലാവരും ഐക്യത്തോടു കൂടെ ഉഖ്വത്തുൻ ഈമാനിയ്യ അല്ലെങ്കിൽ വഹദത്തുൻ ഇസ്ലാമിയ്യ ആ ഇസ്ലാമിക ഐക്യം പുലർത്തണമെന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഇസ്ലാമിക വഹദത്തിനെതിരാണ് എന്നോ ഈ പറഞ്ഞതൊന്നും അർത്ഥമില്ല. ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിഷ്കപടമായി നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതഅത്തുഫിഹിം മിസൽ ജസദ് ഇദാ ഇഷ്തകാ മിൻഹു ഉളുവുൻ തദഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. പരസ്പരമുള്ള ദയ, പരസ്പരമുള്ള കനിവ്, അനുകമ്പ, കരുണ എന്നിത്യാദി വിഷയങ്ങളിൽ ഒരു വിശ്വാസിയുടെ ഉദാഹരണം ഒരു ശരീരം പോലെയാണ്. വിശ്വാസിയുടെ ഉദാഹരണം ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു പാർട്ട്, ഒരു അവയവം അതിന് വേദന സംഭവിച്ചാൽ മറ്റു ശരീരാവയവങ്ങളും അതിനോട് സഹതാപവും അനുഭാവവും പ്രകടിപ്പിക്കുന്നത് പോലെ ആയിരിക്കണം വിശ്വാസികൾ. നേരത്തെ പറഞ്ഞ ആ തശ്ബീഹ് തംസീലി എന്ന് പറയുന്നത് ഖുർആനിന്റെ ആയത്താണെങ്കിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തശ്ബീഹ് തംസീലിയുടെ മറ്റൊരു ഉദാഹരണം നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ വിശ്വാസികളുടെ സ്നേഹം, വിശ്വാസികളുടെ ദയ, അനുകമ്പ ഒക്കെ ഉദാഹരിക്കാൻ വേറെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു നിലക്കും അവ ഉദാഹരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുറ്റുസൂചി തട്ടിയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഉറുമ്പ് അരിക്കുകയാണെങ്കിൽ തത്സമയം തന്നെ ശരീരത്തിലെ എല്ലാ ഭാഗവും അതിനെക്കുറിച്ച് ബോധവാനാകും എന്നതാണ്. വലിയ മാരകമായ രോഗം വരണമെന്നില്ല. ശരീരത്തിലെ ഏതെങ്കിലും ഒരു പക്ഷേ നമ്മൾ അത്ര പ്രാധാന്യം കൽപ്പിക്കാത്ത അപ്രധാന പാർട്ടുകളിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു അസ്വാഭാവികത സംഭവിച്ചാൽ ശരീരത്തിലെ മറ്റു പാർട്ടുകളൊക്കെ അത് അറിയുകയും ആ രോഗത്തിന്റെ അല്ലെങ്കിൽ അപകടത്തിന്റെ ഗുരുതരാവസ്ഥക്കനുസരിച്ച് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് പോലെ വിശ്വാസികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവന് വേണ്ടി ഊണും ഉറക്കവും ഒഴിക്കാൻ തയ്യാറായിരിക്കണം വിശ്വാസി എന്നാണ് പ്രവാചകൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഈ നാട്ടിലെ വിശ്വാസി എന്നില്ല, ലോകത്ത് ഏതൊരു സമൂഹവും വിശ്വാസി സമൂഹത്തിന് ഏൽക്കുന്ന ഏതൊരു പരിക്കും
ഏതൊരു ക്ഷതവും ഏതൊരു ക്ഷീണവും അത് നമ്മുടെ പരിക്കായി, നമ്മുടെ ക്ഷതമായി, നമ്മുടെ ക്ഷീണമായി നമുക്ക് അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലെ ആയത്തിൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ അവർ നന്മ കൽപ്പിക്കുന്ന അവർ ഔലിയാവ് ബാൽ പരസ്പരം ആത്മമിത്രങ്ങളാണെന്നാണ്. വലിയ എന്നുള്ളതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഒരാളെ അടുത്തിടപഴകുകയും അയാളോട് ശക്തമായ ബന്ധം വെച്ച് പുലർത്തുകയും അതേപോലെ തന്നെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ വലിയ എന്ന് പറയുള്ളൂ. ആ നിലക്കുള്ള വലിയ ഔലിയ ആണ് വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഗുണഗണങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഒരു ഐക്യബോധം, ഒരു സ്നേഹം, ഒരു ദയ, ഒരു കാരുണ്യം അത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടും നമുക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ മാത്രമേ നമ്മുടെ ഇസ്ലാം പൂർണ്ണമായി തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ പറഞ്ഞ സാഹോദര്യത്തിന് എപ്പോഴൊക്കെ തന്നെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടോ ആ സമയമൊക്കെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ചരിത്രത്തിന്റെ ആ താളുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. മുസ്ലിം ഐക്യത്തിന് അല്ലെങ്കിൽ ഈ സാഹോദര്യ ബന്ധത്തിന് ക്ഷതം വരുത്തുന്ന, ക്ഷീണമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നുഴഞ്ഞു കയറാൻ സഹായകമായ രൂപത്തിൽ മുസ്ലിങ്ങൾ അകന്നു പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ 2-3 സംഭവങ്ങൾ പല ഘട്ടങ്ങളിലായി വ്യത്യസ്ത ഭരണകൂടങ്ങൾ ഭരിച്ചപ്പോഴും മാറി മാറി വന്നപ്പോഴും ഒക്കെ തന്നെ പല ഘട്ടങ്ങളിലും മുസ്ലിങ്ങൾക്ക് ഒരുപാട് ജീവൻ നഷ്ടമായിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ രക്തം ഒരുപാട് ഒഴുക്കപ്പെട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി. ചിലപ്പോൾ അതൊക്കെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു, മറ്റു ചിലപ്പോൾ മുസ്ലിങ്ങളുടെ പൊതുശത്രുക്കളുടെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങളാണ്. അപ്പൊ ഇതില് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ക്രിസ്താബ്ദം 1250-കളിൽ മംഗോളിയക്കാർ ചെങ്കിസ് ഖാന്റെ പട ഇസ്ലാമിക ലോകം ആക്രമിച്ചതും ബാഗ്ദാദ് കീഴ്പ്പെടുത്തിയതും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കിയതും ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം നാശനഷ്ടങ്ങൾ അന്ന് മുസ്ലിം സമൂഹം അനുഭവിക്കേണ്ടി വന്നു. കൂട്ടക്കുരുതികളാണ് ആ ഒരു അക്രമത്തിന്റെ ഫലമായി നടന്നത്. മുസ്ലിങ്ങളുടെ രക്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിമിന്റെ ഹുർമത്തിനെ കുറിച്ച് പറഞ്ഞത് കഅബയുടെ ഹുർമത്തിനേക്കാൾ മഹത്തരമാണ് എന്നാണ്. ഒരിക്കൽ കഅബയുടെ മുമ്പിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ അത്യബിക്കി വമാ അത്യബ റീഹുക്കി, എന്തുമാത്രം സുഗന്ധപൂരിതമാണ് നീ. കഅബയെ അഭിസംബോധന പ്രവാചകൻ പറയാണ്. വമാ അഅ്ലമക്കി വമാ അഅ്ലമ ഹുർമത്തിക്ക്, നിന്റെ ഹുർമത്ത് എത്രത്തോളം മഹത്തരമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഹുർമത്തു അൽ മുസ്ലിം അഅ്ലമു മിൻ ഹുർമത്തി, ഒരു മുസ്ലിമിന്റെ ഹുർമത്ത് എന്ന് പറയുന്നത് നിന്റെ ഹുർമത്തിനേക്കാൾ മഹത്തരമാണ്. മുസ്ലിമിന്റെ മാല് വമാലുഹു വദമുഹു, അവന്റെ സമ്പത്തും അതേപോലെ അവന്റെ രക്തവും. അപ്പൊ മുസ്ലിമിന്റെ രക്തം ചിന്തപ്പെടുക എന്നുള്ളത് അങ്ങേയറ്റം ഭയാനകമായി അല്ലെങ്കിൽ ഗുരുതരമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. പ്രവാചകൻ ഞാൻ നേരത്തെ പറഞ്ഞ അൽ മുസ്ലിം അഹുൽ മുസ്ലിം എന്ന ഹദീസിന്റെ വിശദീകരണമായി അതിനെ തുടർച്ചയായി പ്രവാചകൻ പറഞ്ഞത് ലാ യവ്ലിംഹു, ആക്രമിക്കാൻ പാടില്ല. വലാ യഖ്ദുലു, ഒരു മുസ്ലിമിനെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. വലാ യഹ്കിറു, അവനെ നിന്ദിക്കാനോ അപമാനിക്കാനോ പാടില്ല. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് പരസ്പരം ഇർലുഹു വദമുഹു വമാലുഹു, അവന്റെ രക്തം, അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം, ഇവ മൂന്നും പവിത്രമായി കരുതേണ്ടതാണ്.
ഇവിടെ മുസ്ലിങ്ങൾ പരസ്പരം പവിത്രമായി കരുതേണ്ടതാണ് എന്നതിന് മുഹദ്ദിസീങ്ങൾ പറഞ്ഞ വേറെ ചില അർത്ഥങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മറ്റാരെങ്കിലും ഇസ്ലാമിന്റെ ശത്രുക്കളാകട്ടെ അല്ലെങ്കിൽ മറ്റാരാളെങ്കിലും ഈ നിലക്ക് മുസ്ലിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ, അവിടെ രക്തം ചിന്തപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ സമ്പത്തോ അവരുടെ വീടോ വാസസ്ഥലങ്ങളോ അപഹരിക്കപ്പെടുമ്പോൾ അതിന് പ്രതിരോധം തീർക്കേണ്ടത്, അല്ലെങ്കിൽ ആ സമയത്ത് ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ പക്ഷം ചേർന്ന് നിൽക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് എന്നൊരാശയവും കൂടി ഇതടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മംഗോളിയരുടെ ഇസ്ലാമിക സാമ്രാജ്യത്തിന് നേരെയുള്ള കടന്നുകയറ്റവും അതേപോലെ തന്നെ അവർ വരുത്തിവെച്ച കൂട്ടക്കുരുതിയും രക്തപങ്കിലമായ സംഭവ വികാസങ്ങൾ, അതേപോലെ തന്നെയാണ് ക്രിസ്താബ്ദം 1100 മുതൽ 1300 വരെയുള്ള കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ നിന്ന് വന്ന കുരിശുവാഹകര് ഇസ്ലാമിക സാമ്രാജ്യം ആക്രമിച്ച് മുസ്ലിങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന ഫലസ്തീനും പരിസര പ്രദേശങ്ങളും ബൈത്തുൽ മുഖദ്ദസുമൊക്കെ അധീനപ്പെടുത്തി ലക്ഷക്കണക്കായ മുസ്ലിങ്ങളെ ഈ 200 കൊല്ലക്കാലഘട്ടത്തിനിടയിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി കൊന്നൊടുക്കിയത്. അതും ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. മുസ്ലിങ്ങൾ ഈ കഴിഞ്ഞ 1400 അല്ലെങ്കിൽ 1500 വർഷങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ ഒരുപക്ഷെ 2ാം സ്ഥാനത്താണത്. ഇന്ന് ആധുനിക പണ്ഡിതരും അതേപോലെ തന്നെ നിരീക്ഷകരുമൊക്കെ ഇതിന്റെ തുടർച്ചയായി 3ാം സ്ഥാനത്തായി എണ്ണപ്പെടുന്നതാണ് ഇന്ന് ഫലസ്തീനിൽ നടക്കുന്ന ക്രൂരതകൾ. എല്ലാ യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മുസ്ലിം സഹോദരങ്ങളും അതേപോലെ തന്നെ അറബികളുമൊക്കെ അവിടെ നിർദാക്ഷിണ്യം കൊല്ലപ്പെടുകയാണ്. ഏകദേശം 10-18 വർഷങ്ങളായി ഗസ എന്ന് പറയുന്ന നാട് പരിപൂർണാർത്ഥത്തിൽ ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളായ വെള്ളം, ഭക്ഷണം, മരുന്ന്, അതേപോലെ തന്നെ വെളിച്ചം, ഊർജം മുതലായവ മുഴുവൻ തടയപ്പെടുകയാണ്. ദിനേന ഒന്നോണം 100 കണക്കിന് കുട്ടികളും അതേപോലെ സ്ത്രീകളും നിരായുധരായ മനുഷ്യരും അറുകൊല ചെയ്യപ്പെടുകയാണ്. മുസ്ലിം സമൂഹം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കണം. ഈ പറഞ്ഞ ഉഖ്വത്തുൻ ഇസ്ലാമിയ ഏറ്റവും കൂടുതൽ പുലരേണ്ട അല്ലെങ്കിൽ പുലർത്തേണ്ട പ്രാവർത്തികമാക്കേണ്ട ഒരു ഘട്ടമാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വിദൂരത്ത് താമസിക്കുന്ന ആളുകളാണ്. എന്നാൽ പോലും നമ്മെ സംബന്ധിച്ച് ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ രക്തം ഈ നിലക്ക് അന്യായമായി ഒഴുക്കപ്പെടുമ്പോൾ, അവരുടെ സമ്പത്തും ഭവനങ്ങളുമൊക്കെ അപഹരിക്കപ്പെടുമ്പോൾ, ലക്ഷക്കണക്കിന് ആളുകൾ, മില്യൺ കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ സ്വന്തം നാടുകളിൽ അഭയാർത്ഥികളാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന 3-4 കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, അല്ലുജൂ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് അഭയം തേടുക. അള്ളാഹുവാണ് സർവശക്തൻ. അവൻ ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നതും മാത്രമേ നടക്കൂ. അവന്റെ കാരുണ്യവും അതേപോലെ തന്നെ അനുഗ്രഹവും ഈ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ വർഷിക്കുവാനും അതേപോലെ തന്നെ അവരെ സംരക്ഷിക്കുവാനും വേണ്ടി ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതേപോലെ തന്നെ വിശ്വാസികളായ നാം ഓരോരുത്തരും ഇസ്ലാമിക അഖീദയിലേക്ക് മടങ്ങണം. ആ തമസ്സുഖു ബിദ്ദീൻ, മതം മുറുകെ പിടിച്ച് നാം ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഹൈറായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. പരമാവധി നമ്മുടെ ജീവിതത്തിൽ ആഡംബരങ്ങൾ നാം ഒഴിവാക്കണം. ദൂർത്ത് നാം കൈയൊഴിക്കണം. നമ്മുടെ സഹോദരങ്ങളാണ് മരിച്ചു വീഴുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അവരോട് നേരത്തെ പറഞ്ഞ ശരീരത്തിന്റെ മറ്റു അവയവങ്ങൾ സഹതാപം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ സഹോദരങ്ങളോട് അനുതാപം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ സഹതാപം പ്രകടിപ്പിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അതോടൊപ്പം തന്നെ നമ്മളാൽ കഴിയുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയും സഹായവും ചെയ്യണം. തെറ്റായ വിവരങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഇന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന പലതും സത്യമല്ല. കാരണം മാധ്യമങ്ങളൊക്കെ ആരുടെ കൈക്കുമ്പിളിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ തന്നെ യഥാർത്ഥ ചരിത്രം പഠിക്കണം. യഥാർത്ഥ ചരിത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. യഥാർത്ഥ വിവരങ്ങൾ ഷെയർ ചെയ്യണം. സത്യാവസ്ഥ ലോകരെ അറിയിക്കുകയും വേണം. ഈ നിലക്ക് സാധ്യമായ മാർഗങ്ങളിലൂടെ ഈ പറഞ്ഞ നമ്മുടെ സഹോദരങ്ങളോട് ലോകത്ത് ദുരിതവും കഷ്ടപ്പാടും അതേപോലെ തന്നെ രക്തപങ്കിലമായ യുദ്ധങ്ങളും അതിന്റെ പീഡനങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി ഈ നിലക്കുള്ള ഉത്തരവാദിത്വവും ബാധ്യതകളെങ്കിലും നിർവഹിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, യാതനയും വേദനയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അനന്തതകളിലേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കുന്ന, വിശപ്പ് സഹിക്കവയ്യാതെ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മനുഷ്യനുണ്ടാക്കിയ കൃത്രിമ
ദാരിദ്ര്യത്തിന്റെയും വിശപ്പിന്റെയും ഫലമായി ആയിരങ്ങൾ മരിച്ചു വീഴുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരങ്ങൾക്ക് എത്രയും വേഗം ആശ്വാസവും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പീഡനങ്ങളും മർദ്ദനങ്ങളും ആ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആളുകളുടെ കൈക്ക് തടയുകയും വിശ്വാസ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. 2-3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഒന്ന്, ഇന്ന് നമ്മുടെ പള്ളിയിലെ കളക്ഷൻ സമീപ പ്രദേശങ്ങളിലുള്ള പള്ളികളുടെയും അതേപോലെ തന്നെ മദ്രസകളുടെയും പ്രവർത്തനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ചില ആളുകൾ, രോഗികളായ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും അതേപോലെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മുടെ ബന്ധുക്കളുടെയും അതേപോലെ സുഹൃത്ത് ജനങ്ങളുടെയും ഒക്കെ കഷ്ടപ്പാടുകളും രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു ദൂരീകരിച്ച് എല്ലാവർക്കും എത്രയും വേഗം ശിഫ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمسلمين في كل مكان اللهم قهم عن مخططات أعدائك اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إننا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.